ഹായ് ഹലോ ഓൾ വെൽക്കം ടു എഡ്യൂസെറ്റ് ലേണിംഗ്. മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് അല്ലേ, അതായത് സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തിട്ടുള്ളൂ അല്ലേ, ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ബാക്കി ഭാഗങ്ങൾ എടുക്കുകയാണ്. അതിനു മുന്നേ സാറ് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആരെങ്കിലും വീഡിയോ കാണാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മിസ്സാവേണ്ട. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ച ആളുകളാണെങ്കിൽ ഒന്ന് റിവിഷൻ പോലെ എന്നൊക്കെ വിചാരിച്ചാൽ മതി. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് അബൌട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓസിലേഷൻ പഠിച്ചോ, ആംപ്ലിറ്റ്യൂഡ് പഠിച്ചോ, ടൈം പീരീഡ് പഠിച്ചോ, ഫ്രീക്വൻസി പഠിച്ചോ അല്ലേ അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് മലയാളത്തിലാണെങ്കിൽ ദോലനം അല്ലെ, കാലയളവ് അല്ലെങ്കിൽ പീരീഡ്, അതുപോലെ തന്നെ ആവൃത്തി, ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. ആണോ? ഓക്കെ, അങ്ങനെ നമുക്ക് ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവാം. അപ്പോൾ നമ്മൾ എന്താ ആദ്യം പഠിക്കുന്നത്? ഓസിലേഷൻ തന്നെ നോക്കാം. അപ്പോൾ നോക്കടാ, എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. അതായത് നമ്മുടെ ഊഞ്ഞാലിന്റെ കേസ് സാറ് ക്ലാസ് പറഞ്ഞല്ലേ. അപ്പോൾ ഊഞ്ഞാൽ ആടാതിരിക്കുന്ന പൊസിഷനെയാണ് എന്ത് പറയുക? ഇക്വിലിബ്രിയം പൊസിഷൻ. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യാതെ ചുമ്മാതെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിനുണ്ടാവുന്ന ആ പൊസിഷനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലനാവസ്ഥ അല്ലെങ്കിൽ തുലനസ്ഥലം എന്നൊക്കെ പറയുന്നത് അല്ലേ. ആ സ്ഥലത്ത് നിന്ന് മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടേക്കോ അല്ലെ, ടു ആൻഡ് ഫ്രോ ആയിട്ട് ഒരു പ്രത്യേക സമയത്തിൽ ഇങ്ങനെ നടക്കുന്ന മോഷനുകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ഓസിലേഷൻ ആണല്ലോ. മലയാളത്തിൽ എന്തു പറയും? ദോലനം എന്ന് പറയും. എന്താടാ? ഒരു വസ്തു അതിൻ്റെ സന്തുലിത അല്ലെങ്കിൽ സമതുല്യ സ്ഥാനത്തെ ചുറ്റിപ്പറ്റി ഒരു നിശ്ചിത സമയ ഇടവേളകളിൽ മുന്നോട്ടും പിന്നോട്ടും, അതായത് ടു ആൻഡ് ഫ്രോ ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചലനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസിലേഷൻ അഥവാ മലയാളത്തിൽ എന്ത് പറയും? ദോലനം എന്ന് പറയും അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് സാർ 2 സ്ലൈഡായിട്ട് തന്നെ വെച്ചത്. അപ്പോൾ ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു അല്ലെ. നമ്മൾ രണ്ടാമത്തെ എന്താ പഠിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ എന്താ? ആംപ്ലിറ്റ്യൂഡ് പഠിച്ചതാണ്. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ ഈ മാഗ്നിറ്റ്യൂഡ് കണ്ട് ഞെട്ടണ്ട കേട്ടോ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഒരു നമ്പർ, ഒരു വാല്യൂ, ഒരു നമ്പർ ഉണ്ടാവും എന്നുള്ള മീനിങ്ങാ. ഓക്കെ, അപ്പൊ എന്താ? ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നല്ലടാ പറഞ്ഞേ. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ? എന്താ? ഒരു ഊഞ്ഞാലിത് എടുത്തോ, ആ ഊഞ്ഞാലിതാ ഇങ്ങനെ ആടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൻഡുലം ആയിക്കോട്ടെ, ഈ ഒരു പെൻഡുലം ദാ ഇങ്ങനെ ആടാതിരിക്കുമ്പോൾ ഈ പൊസിഷനെ പറയുന്ന പേരാണ് എന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഓർമ്മ ഉണ്ടോ? അത് മുന്നോട്ടാവാം അല്ലെങ്കിൽ ബാക്കോട്ടാവാം, എങ്ങോട്ടായാലും മതി, 2 സൈഡിൽ ഏതോ ഒരു സൈഡിലോട്ട്. അതായത് അതിന്റെ മീൻ പൊസിഷൻ അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് സാർ വേറെ കളറിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക? ഇതാണ് ഇപ്പൊ തന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ. വീണ്ടും ഞാൻ മാർക്ക് ചെയ്യുന്നു, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷൻ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാക്സിമം ദൂരം പോയാൽ ആ മാക്സിമം പോയ ദൂരത്തിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലെ. ഇപ്പൊ ഊഞ്ഞാലിന്റെ കേസ് എടുത്താൽ ഊഞ്ഞാൽ ആടാതിരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടുന്ന് മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ എന്തായാലും മാക്സിമം ഊഞ്ഞാൽ പോവല്ലോ. ആ മാക്സിമം പോയ ദൂരത്തിന്, അതായത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിന്റെ നടുവിൽ നിന്ന് അത് മാക്സിമം എത്ര ദൂരം വരെ പോയി ഒരു സൈഡിലേക്ക് കേട്ടോ, ആ ഒരു സൈഡിലോട്ട് പോയ ദൂരത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പൽ എന്താ? സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പൽ സ്മോൾ ലെറ്റർ എ ആണ്, മറന്നു പോകണ്ട. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പഠിച്ചോ, അതിന്റെ യൂണിറ്റ് പഠിക്കണം. എടാ ഡിസ്റ്റൻസ് അല്ലേ. എടാ ഒരു സൈഡിലേക്ക് ഏറ്റവും ദൂരം ആ ഊഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പെൻഡുലം ഒരു സൈഡിലോട്ട് പോയ ഏറ്റവും വലിയ ദൂരത്തിനെയാണ് എന്ത് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്തായിരിക്കടാ? മീറ്റർ. നമ്മൾ സാധാരണ ദൂരം, ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്തിലാ പറയാ? മീറ്ററിലല്ലേ പറയാ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ. എന്താ? ഒരു സൈഡിൽ നിന്ന്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആ ഊഞ്ഞാല് അല്ലെങ്കിൽ ആ ഒരു വസ്തു, ആ ഒരു ഒബ്ജക്റ്റ് എത്ര മാക്സിമം പോയോ ആ ദൂരത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ. ഇനി കാണാതെ പഠിക്കണോ? വേണ്ട കേട്ടോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിൽ 3 പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ ഡെഫിനേഷൻ കുട്ടികൾ പഠിച്ചു. രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പൽ എന്താ? നിങ്ങൾ തന്നെ പറഞ്ഞേ, സ്മോൾ ലെറ്റർ എ തന്നെയാണ് കേട്ടോ, മാറ്റി പഠിക്കരുത്. ക്യാപിറ്റൽ ലെറ്റർ എക്കൊക്കെ വേറെ കുറെ മീനിങ് ഉണ്ട്. അപ്പൊ സ്മോൾ ലെറ്റർ എ ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് വെച്ച കുട്ടികൾ എന്താ പറയാ? മീറ്റർ എന്നാണ് പറയാ. ഓക്കെ അല്ലേ.
സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ച. ഇനി ലാസ്റ്റ് ക്ലാസ് പഠിച്ച ഒരു ഭാഗമാണ് എന്ത്? ടൈം പീരീഡ്. ഓർമ്മയുണ്ടോ? പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഒന്നുകൂടി സാർ ഇതാ ബ്ലൂ കൊണ്ട് വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ അല്ലേ? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നേരെ ബി വരെ മാക്സിമം പോയി. ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ആ ബി വരെ പോയിട്ട് അവിടെ നിന്നോ? ഇല്ല, അവിടുന്ന് നേരെ തിരിച്ച് എയിലോട്ട് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? വൺ ഓസിലേഷൻ എന്ന് പറയുക. ഓർമ്മയുണ്ടോ? സാറ് പറഞ്ഞല്ലേ, ഒരു ദോലനം. അപ്പോൾ ആ ഒരു ദോലനം അഥവാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒബ്ജക്റ്റിന് എത്ര സമയം വേണം? ആ സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? അതിൻ്റെ ടൈം പീരീഡ്. ക്ലിയർ ആവുന്നില്ലേ? കാലയളവ് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്നൊക്കെ തന്നെയാണ് പറയാം. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് വാക്ക്. ഒന്നുകൂടി നോക്കുക. എന്താ അപ്പോൾ ടൈം പീരീഡ് നോക്കിയേ മലയാളക്കാര്? ഒരു പൂർണ്ണ ദോലനം. കണ്ടോ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് പൂർണ്ണ ദോലനം എന്ന് പറഞ്ഞത്. ഒരു പൂർണ്ണ ദോലനം അഥവാ ഒരു വൺ കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലെ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് എന്ത് പറയുക? കാലയളവ് എന്നുള്ള വാക്ക് ഇല്ലെങ്കിൽ ഓർമ്മ വേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ പീരീഡ് ആണല്ലോ കേട്ടോ. സോ പീരീഡ് പഠിച്ചാൽ മതി. പീരീഡ് എന്ന് വിളിക്കുന്നത് ഇതിനെ നമ്മൾ എന്ത് ലെറ്റർ വെച്ചാൽ കാണിക്കുക? ഫിസിക്സ് ആണ്. ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഇക്വേഷൻസിലൊക്കെ സിമ്പലുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ടൈം പീരീഡിന്റെ സിമ്പൽ ആണ് എന്ത് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ടി. മറന്നു പോകരുത്. ടൈം പീരീഡിന്റെ സിമ്പൽ എന്താ? ക്യാപിറ്റൽ ടി അല്ലെ? ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പൽ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് സിമ്പൽ സ്മോൾ എ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്നുകൂടെ എന്താണ് ടൈം പീരീഡ്? The time taken for one oscillation. ഒരു ഓസിലേഷൻ എടുക്കാൻ ആ ഓബ്ജക്റ്റ് എത്ര സമയം എടുക്കുന്നോ അതിനെ പറയുന്ന പേരാണെന്ത്? അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മക്കളെ, എല്ലാ വസ്തുവിൻ്റെയും എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ടൈം പീരീഡ് സെയിം ആയിരിക്കുമോ? അല്ല, ടൈം പീരീഡ് സെയിം അല്ല. എന്താ? ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു ഊഞ്ഞാൽ ആടി ഒരു സൈഡ് പോയി തിരിച്ച് ആ സൈഡിലേക്ക്, അത് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ അല്ലേ? ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി വരയ്ക്കാൻ പോകുന്ന ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ആണ് അതിൻ്റെ ഊഞ്ഞാൽ ആടുന്ന പൊസിഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ? ഇതൊക്കെടാ ഇവിടെ നിന്ന് വന്ന് അല്ലേ, എ എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി ബിയിൽ പോയി നിന്നോ? ഇല്ല, ആ ബിന്ന് തിരിച്ചു വന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി തിരിച്ച് എ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ തിരിച്ച് എ എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോൾ ആണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുക അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ഈ ഊഞ്ഞാലെടുത്തത് 2 സെക്കൻഡ് ആണെങ്കിൽ അതിന് ടൈം പീരീഡ് എന്താ മക്കളെ? 2 സെക്കൻഡ്. ഇനി വേറൊരു വസ്തു അല്ലെങ്കിൽ വേറൊരു ഊഞ്ഞാൽ അല്ലെങ്കിൽ വേറെ പെൻഡുലോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അത് 4 സെക്കൻഡ് കൊണ്ടായിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ചിലത് 5 സെക്കൻഡ് കൊണ്ടായിരിക്കും ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ചിലത് 10 സെക്കൻഡ് എടുക്കും, ചിലത് 20 സെക്കൻഡ് എടുക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ചിലതിന് 1/2 സെക്കൻഡ് മതി, 1 സെക്കൻഡ് പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഓരോ വസ്തുവിൻ്റെയും കാലയളവ് പീരീഡ് അഥവാ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പറയടാ, ഇതിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നത് സാറ്. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് വരിക? SI യൂണിറ്റ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ. ടൈം അല്ലേ സാറേ? അല്ലേ? അപ്പൊ ടൈമിന്റെ യൂണിറ്റ് എന്താടാ? സെക്കൻഡ്. അപ്പൊ ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താടാ? സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇവിടെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്തൊക്കെയാ? എന്താണ് ടൈം പീരീഡ്? പറഞ്ഞല്ലോ. എന്താ ടൈം പീരീഡ്? സിമ്പിൾ. ഒരു ഒബ്ജക്റ്റിന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം ആ സമയത്തിന് പറയുന്ന പേരാണ് ടൈം പീരീഡ്. ക്ലിയർ അല്ലേ? എന്താ ടൈം പീരീഡിന്റെ സിമ്പിൾ എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ടി ആണ് സാറേ. അപ്പൊ എന്താ മക്കളെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ടൈം അല്ലേ സാറേ? അപ്പൊ എന്താ യൂണിറ്റ്? സെക്കൻഡ്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പൊ 2 കാര്യങ്ങളൊക്കെ, ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ടൈം പീരീഡ് ഒക്കെ, ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ ഒക്കെ ടൈം പീരീഡിന്റെ സിമ്പിൾ ഒക്കെ, ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ഒക്കെ ടൈം പീരീഡിന്റെ യൂണിറ്റ് കൃത്യം. ക്ലിയർ അല്ലടാ? ഇനി ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നിർത്തിയ ഭാഗം വീണ്ടും ഏതാടാ? ഫ്രീക്വൻസി. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കേട്ടോ. ടൈം പീരീഡും ഫ്രീക്വൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ഉണ്ട്, ഒരു എക്സാമ്പിൾ സാറ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രീക്വൻസി? നോക്കാം നമുക്ക്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. മാറിപ്പോരുതേ. ടൈം പീരീഡും ഫ്രീക്വൻസി എടുക്കുമ്പോൾ ആവൃത്തി, ഫ്രീക്വൻസിയുടെ മലയാളമാണെന്ത്? ആവൃത്തി. ഇതാ ഫ്രീക്വൻസിയുടെ മലയാളം ആവൃത്തി അല്ലേ? അപ്പോൾ ഈ ആവൃത്തിയും ടൈം പീരീഡും എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാറുണ്ട്? മാറിപ്പോവാറുണ്ട്. എന്നാൽ ഈ ക്ലാസ് കാണുന്ന കുട്ടിക്ക് അത് മാറിപ്പോവാൻ പാടില്ല അല്ലേ? എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അല്ലെ, ഒരു വസ്തു ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആയിക്കോട്ടെ, എത്ര സമയം ആയിക്കോട്ടെ, വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അപ്പൊ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് 1 സെക്കൻഡ് കൊണ്ട് എത്ര തവണ ഓസിലേറ്റ് ചെയ്യും, എത്ര തവണ പോയി വരും,
അതിനെയാണ് എന്ത് പറയാ? ഫ്രീക്വൻസി എന്ന് പറയാ. ഒന്നുകൂടെ, ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എത്ര തവണ ഓസിലേറ്റ് ചെയ്തു എന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു തവണ ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതിനെയാണ് എന്ത് പറയാ? ടൈം പീരീഡ് എന്ന് പറയാം. രണ്ടും കുട്ടിയൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നെ എന്താ മക്കളെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സാറേ. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡില് ആ ഒബ്ജക്റ്റ് എത്ര തവണ ഓസിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര തവണ വൈബ്രേറ്റ് ചെയ്യുന്നു അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. അപ്പൊ മലയാളത്തിൽ എന്താ പറയാ? ആവൃത്തി. എന്താ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന അതാ മക്കളെ ദോലനങ്ങളുടെ എണ്ണത്തെയാണ് എന്ത് പറയാ? ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയാ. അപ്പൊ ഈ ഫ്രീക്വൻസിനെ കാണിക്കാൻ നമുക്കൊരു സിമ്പൽ വേണ്ടേ? വേണം. അതാണ് എന്ത്? ഫ്രീക്വൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഇങ്ങ് എടുത്താൽ മതി. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ ഇവിടെ. ഫ്രീക്വൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? എഫ്. അപ്പൊ സ്മോൾ എഫ് ആണ് ഫ്രീക്വൻസിന്റെ സിമ്പിൾ. ഇനി നമ്മൾ കേട്ട് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആളുകൾക്ക് പരിചയം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ പരിചയപ്പെട്ടോ. ഫ്രീക്വൻസിക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു ഫിസിക്സ് അല്ലടാ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനത്തിനും ഒരു അളവ് പറയും നമ്മൾ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആ അളവാണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് മലയാളത്തിൽ അളവ് എന്ന് പറയും. എന്താണ് SI യൂണിറ്റ്? എന്താടാ? ഹേർട്സ് എന്നാ പറയാ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഹേർട്സ്. അപ്പൊ ക്ലിയർ ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കിട്ടി ഒരു സെക്കൻഡിൽ നടന്ന വൈബ്രേഷനുകളുടെ എണ്ണം, ഓസിലേഷന്റെ എണ്ണം. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ ദോലനങ്ങളുടെ എണ്ണത്തെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയും. അതിന്റെ സിമ്പൽ നിങ്ങൾ ഓർത്തു വെച്ചോ, എഫ് ആണ്. അതിന്റെ യൂണിറ്റ് നിങ്ങൾ ഓർത്തു വെച്ചോ, ഹെഡ്സ് ആണ്. മറന്നു പോകണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ ഫ്രീക്വൻസി ഒന്നുകൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ക്ലാസ് ഇവിടെ മുതൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നു ഫ്രീക്വൻസി. പറഞ്ഞതല്ലേ? അങ്ങനെയാണ് ഇതാ പഠിച്ചു വെച്ചോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 1 പീരീഡ്. ക്ലിയർ അല്ലേ? അതായത് ടൈം പീരീഡിനെ അല്ലേ അറിയാമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ടൈം പീരീഡ് അറിയാലോ. ടൈം പീരീഡ് എന്താന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം നമുക്ക് അറിയാമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസി നമുക്ക് കാണാൻ പറ്റും. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 1 ടൈം പീരീഡ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? 1 ടൈം പീരീഡ്. ഓക്കെ അല്ലേ? അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. വല്ല സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ എടുത്തു വെക്കുക. എന്താണ്? 1 ടൈം പീരീഡിനെയാണ് എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയാ. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലടാ? നോക്കടാ, 1/t എന്നല്ലേ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ? അല്ലടാ, 1/t അല്ലേ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/t. ഈ ടി താഴെ അല്ലടാ, ഡിനോമിനേറ്ററിൽ അല്ലടാ അല്ലെ? ഡിനോമിനേറ്ററിലുള്ള ഒരു സാധനത്തിന്റെ വാല്യൂ കൂടുമ്പോൾ ആ ഉത്തരത്തിന്റെ വാല്യൂ കുറയാനാണ് സാധ്യത. അപ്പൊ സാർ എക്സാമ്പിൾ പറഞ്ഞുതരാം. മാത്സ് ആണ് എങ്കിൽ നമുക്കിവിടെ ഫിസിക്സിൽ ആവശ്യമുണ്ട്. നോക്കടാ, 5/2 കണ്ടോ? ക്ലിയർ അല്ലേ? 5/2 എന്ന് പറയുന്നത് വാല്യൂ ഉണ്ട്. ഇത് കരുതിക്കോ, നിങ്ങൾ എന്നെ മനസ്സിലാങ്ങ് വിചാരിച്ചോ. ഈ 5/2 എന്ന് പറയുന്ന വാല്യൂവിന്റെ എത്ര വരിക? 2.5 വരിക അല്ലേ? എന്നാൽ 10/5 ഒന്ന് ആലോചിച്ച് നോക്കി. 10/5 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 10/5. 10/5 2 വരിക. നോട്ടിതാ 5/2 വാല്യൂം അല്ലേ? അതേപോലെ 10/2 വാല്യൂം സെയിം ആണോ? അല്ലെങ്കിൽ നമുക്ക് ആ എക്സാമ്പിൾ വേണ്ട, നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. അതായത് കുറച്ചുകൂടി ക്ലിയർ ആവുക. ക്ലിയർ അല്ലേ? 10/2 വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? 5/2 എടുക്കാം. അതേപോലെ നമുക്ക് എന്തെടുക്കാം? 10/5 എടുക്കാം. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞ 5/2 വാല്യൂവും 10/2 വാല്യൂവും വലുതും ചെറുതും വ്യത്യാസം ഉണ്ടല്ലേ? 5/2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 2.5 വരിക. 10/5 എന്ന് പറഞ്ഞ ആൻസർ എത്ര വരിക? 2 വരിക. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താ അവിടെ വ്യത്യാസം വന്ന് നോക്കടാ. ഡിനോമിനേറ്റർ വലുതായപ്പോ അല്ലെ? ഡിനോമിനേറ്റർ വലുതായപ്പോ എന്ത് സംഭവിച്ചു? വാല്യൂ ചെറുതായി. അപ്പൊ നിങ്ങൾ അതൊന്നും ആലോചിച്ചില്ലെങ്കിലും ഇത് പഠിച്ചു വെക്കുക. എന്താണ്? ഫ്രീക്വൻസി അല്ലെ പീരീഡിന്റെ കൂടിയാൽ, ടൈം പീരീഡ് കൂടിയാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ആവൃത്തി എന്ത് ചെയ്യും? കുറയും. എപ്പോ? ടൈം പീരീഡ് എന്ത് ചെയ്താൽ? കൂടിയാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആട്ടോ. അതിൽ നിന്ന് വന്ന വേറൊരു ഇക്വേഷൻ ആണ് എന്ത്? ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ
ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു 1/t ആണ്. അതിൽ നിന്ന് വന്ന വേറൊരു ഇക്വേഷൻ ആണ് എന്ത്? ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. നിങ്ങൾ തന്നെ നോക്കി പറഞ്ഞേ, എന്താ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ്. 1/ഫ്രീക്വൻസി കാണാൻ പഠിക്കാൻ നല്ല എളുപ്പമാണ് അല്ലേ? ഫ്രീക്വൻസി ചോദിച്ചാൽ 1/പീരീഡ് എഴുതുക, ടൈം പീരീഡ് എഴുതുക, 1/t എഴുതുക അല്ലെ? ഫ്രീക്വൻസി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 1/t എന്ന് എഴുതണം. F എന്ത് എഴുതിയാൽ മതി? 1/t എന്ന് എഴുതിയാൽ മതി ആണല്ലോ. എന്നാൽ ടൈം പീരീഡ് ആണ് ചോദിച്ചെങ്കിലോ, ടൈം പീരീഡ് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? 1/f എന്ന് എഴുതണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു പ്രശ്നമല്ല, ഡൗട്ട് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫ്രീക്വൻസി ചോദിച്ചാൽ 1/ടൈം പീരീഡ് എഴുതുക. അപ്പോൾ ടൈം പീരീഡ് കാണാൻ ചോദിച്ചാലോ ഫ്രീക്വൻസി ചെയ്ത് തന്നിട്ട് 1/f എഴുതുക. മനസ്സിലാവുന്നില്ലേ? വളരെ ഇക്വേഷൻ സിമ്പിളാണ്. രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണം കേട്ടോ. ദാ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ, എന്നാല് നമുക്ക് അവിടെ തന്നെ അങ്ങോട്ട് ചെയ്യാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ ആരാ കാണണ്ടേ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ആരാ കാണണ്ടേ? ടൈം പീരീഡ് അല്ലേ കാണണ്ടേ? ടി അല്ലേ കാണണ്ടേ? ഓഫ് എ ബോഡി ഇഫ് ഫ്രീക്വൻസി ഈസ് 100 ഹെർട്സ് എന്നാ പറഞ്ഞേ. ഫ്രീക്വൻസി എത്രയാന്നാ പറഞ്ഞേ? 100 ഹെർട്സ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു, ആ മൈനസ് വേണ്ട കേട്ടോ, ക്ലിയർ അല്ലേ? അത് സാർ എഴുതിയ സമയത്ത് വന്നു പോയതാണേ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്താ ഒന്നുകൂടി എഴുതാം. എന്താണ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ പറഞ്ഞേ? പെട്ടെന്നാവട്ടെ. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. 1/ടൈം പീരീഡ് ആണ് അല്ലേ? സോറി, ഫ്രീക്വൻസി അല്ല, ടൈം പീരീഡ് ആണ് കാണാൻ ചോദിച്ചത്. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞോ? 1/f ആണ്. ഓക്കെ, ഇതാ ഇവിടെ എഴുതാം 1/f. നമുക്ക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടടാ? ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടില്ലേ? അപ്പോൾ 1/f സ്ഥാനത്ത് ആരെ കൊടുക്കുക? 1/f സ്ഥാനത്ത് നമുക്ക് 100 എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? അപ്പൊ എന്തായി? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/100. 1/100 എല്ലാവർക്കും ചെയ്യാൻ അറിയാം അല്ലേ? എന്താ വരിക? 0.01 എന്നാണ് ആൻസർ വരിക. കിട്ടിയോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടിയേ ടൈം പീരീഡ് എന്താ കിട്ടിയത്? 1/f ആണ്. 1/f ഇവിടെ f 100 ഹെർട്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0.01 ഇങ്ങനെ എഴുതിയാൽ മതിയോ? ആൻസർ ആയോ? ഇല്ല. 0.01 എന്തെന്ന് എഴുതണം? ടൈം പീരീഡിന്റെ യൂണിറ്റ് എഴുതണം. നിങ്ങൾ പറഞ്ഞേ എന്താണ് മക്കളെ യൂണിറ്റ്? സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? ടൈം പീരീഡ് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറയൂ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് എ ബോഡി ഇഫ് ദ ടൈം പീരീഡ് ഈസ് 180. ഇവിടെ എന്താ തന്നത്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി കാണാൻ ചോദിച്ചു. സാർ എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി കാണാൻ ചോദിച്ചാൽ F ഈക്വൽ ടു 1/ടൈം പീരീഡ് ചെയ്താൽ മതി അല്ലേ? അതെന്താ ചെയ്യാ? 1/ടൈം പീരീഡ് എത്രയാടാ? പറടാ. 180 സെക്കൻഡ് എന്നല്ലേ തന്നെ? അപ്പോൾ 1/ എന്ത് എഴുതും? 180. അതിന്റെ ആൻസർ എന്താ വരിക? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ചെയ്യണം കേട്ടോ. അത് 1/180. പോസ് ചെയ്താൽ മതി. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വീഡിയോ ആക്കി. അപ്പൊ സാർ ആൻസർ എഴുതുന്ന കാണാം. എന്താ വരിക? 0.005 ആണ് വരിക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? 0.005 വരും. സാർ ഇതാ ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, എന്താണ് ആൻസർ വരിക? 0.005 എന്നാണ് ആൻസർ വരിക. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? സാറെ പെന്നിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അത് വരുന്നത്. ഒന്നുകൂടി സാർ ഇവിടെ എഴുതാം മക്കൾക്ക് വേണ്ടി. F is equal to 1/t is equal to 1/180 is equal to 0.005. ആൻസർ കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്താണല്ലോ. സോ സിമ്പിൾ അല്ലേ? ഇതാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക പരീക്ഷയ്ക്ക്. എന്താ? ടൈം പീരീഡ് വന്നിട്ട് ഫ്രീക്വൻസി കാണാനും, ഫ്രീക്വൻസി വന്നിട്ട് എന്ത് കാണാനും ചോദിക്കും? ടൈം പീരീഡ് കാണാനും. ഇത് മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, ഇതിൻ്റെ കൂടെ വേറെ സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ പുതിയ ആളുകൾ വരും. ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ പഠിച്ചതാണ്, വേവ് ലെങ്ത് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കുറച്ചങ്ങോട്ട് എത്തട്ടെ. ഈ രണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചുകൊണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പീരീഡ് ഒക്കെ, ഫ്രീക്വൻസി ഒക്കെ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പുതിയൊരു സാധനം പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? ട്യൂണിംഗ് ഫോർക്ക്. കാണാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് പരിചയപ്പെടാനാണ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചിത്രം കൊടുത്തത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സാധനമാണ് എന്ത്? ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് എന്താ വെച്ചാൽ, എനിക്കിതാ ഈ സ്റ്റെമ്മ്, അതിൻ്റെ മലയാളം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. തണ്ട് അഥവാ പിടി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇതിൻ്റെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പിടിക്കുന്ന ഭാഗം. ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അതിൻ്റെ 2 ഹാൻഡ് ഉണ്ടാവും അല്ലേ? ടൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രോങ് എന്ന് പറയുന്ന ആ ഭാഗം. അത് നമ്മൾ എന്ത് ചെയ്യും? എന്തിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക രീതിയിലൊരു സൗണ്ട് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അത് വൈബ്രേറ്റ് ചെയ്യും. അതന്നെ ആ സ്റ്റെമ്മ് അല്ലെങ്കിൽ തണ്ട് അല്ലെങ്കിൽ പിടിക്ക് പിടിച്ചിട്ട്, ആ ഫുഡ് പീസിന് പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രോങ് എന്ന് പറയുന്ന ഭാഗം എന്തിൻ്റെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലോ മെറ്റലിൻ്റെ മുകളിലോ ചുമരിൻ്റെ മുകളിലോ എന്തിനു വെച്ച് ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്ത് വിടുക. ഒന്നിങ്ങനെ കൊട്ടി വിട്ടാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം
എന്നൊരു സൗണ്ട് ഉണ്ടാവും ട്യൂണിംഗ് ഫോർക്കിൻ്റെ സൗണ്ട് കേട്ടുള്ള ആളുകളൊന്ന് പറയണം കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്തേ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സൗണ്ട് ആയിട്ട് പരിചയമുള്ള ആളുകൾ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായി സാധനം കാണിച്ച് അതിൽ സ്റ്റെം എന്ന് പറയുന്ന സാധനം ഒന്ന് നോക്കി വെക്കണേ. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇതിനകത്ത് നിന്ന് വരും. അതെന്താണെന്നുള്ളത് എടുക്കുമ്പോൾ ഞാൻ സാറ് പറഞ്ഞുതരാം. ആ ടോപ്പിക്ക് എത്തുമ്പോൾ നമ്മൾ സാറ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്റ്റെം അഥവാ തണ്ട് പിടി എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കരുത്. ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. കാണാത്തവർ കണ്ടുവെച്ചോളുക. അതിൻ്റെ സ്റ്റെം ഏത് ഭാഗമാണെന്ന് കൃത്യമായിട്ട് നോക്കി വെക്കാം. സെറ്റല്ലടാ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്യൂണിംഗ് ഫോർക്കുകൾ കിട്ടും. അപ്പോൾ കടക്കാരൻ പോലെ നമ്മൾ കടയിൽ പോയിട്ട് പറയാണ് ചേട്ടാ ഒരു ട്യൂണിംഗ് ഫോർക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അവർ അപ്പോൾ ചോദിക്കാൻ പോകുന്നവർ ഇങ്ങനെ എടുത്തു തരികയല്ല. അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് 180 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാണോ, 256 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാണോ, 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാണോ എന്നിങ്ങനെ വേറെ ചോദിക്കും. ഏത് ട്യൂണിംഗ് ഫോർക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ എന്താ ഈ സംഭവം? എന്താടാ 180 ഹെർട്സ് എന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? ഓർമ്മ ഉണ്ടോ? ഹെർട്സ് കുറച്ച് മുന്നേ പഠിച്ചാലേ നമ്മൾ ഹെർട്സ് പറഞ്ഞേ. എന്താ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ. എന്താ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഹേർട്സ് എന്തിൻ്റെ യൂണിറ്റാണ് മക്കളെ? ഫ്രീക്വൻസി, ആവൃത്തിൻ്റെ യൂണിറ്റ് അല്ലടാ. അപ്പോൾ 180 ഹെർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണ്ടാ ഈ ട്യൂണിംഗ് ഫോർക്ക് വാങ്ങാൻ പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇത് 180 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാണ്, ഇത് 256 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാണ്, 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്കാന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഫിസിക്സ് പഠിച്ച ആളുകളാണ്. അപ്പോൾ നമുക്കിനി അറിയണം അത് എന്താ സംഭവം എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞോണ്ടാ എന്താണ്? പോരട്ടെ. എന്താണ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ച അതിൻ്റെ അർത്ഥം? അതെ, ഫ്രീക്വൻസി ആണ്. ഹേർട്സ് എന്ന് കണ്ടാൽ ഫ്രീക്വൻസി ആണ്. അപ്പം മനസ്സിലായി ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഓരോ ട്യൂണിംഗ് ഫോർക്കിൻ്റെയും ഫ്രീക്വൻസി. അങ്ങനെ പറഞ്ഞാൽ അപ്പം എന്താ? അതെ, ഈ ട്യൂണിംഗ് ഫോർക്ക്, അതായത് നമ്മൾ ഈ ഫിഗർ എടുക്കുക, ഇത് എടുക്കട്ടോ. ഞാൻ ടിക്കറ്റ് ട്യൂണിംഗ് ഫോർക്ക് നോക്കിയേ. ഈ ഒന്നാമത്തെ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. ഒരു സെക്കൻഡിൽ എത്ര തവണ? 128 തവണ. അതല്ലേ മക്കളെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? സാർ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയ അവിടുന്ന. ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന കമ്പനം അഥവാ ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി 180 ഹെർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഒരു സെക്കൻഡിൽ 128 തവണ എന്ത് ചെയ്യും എന്നുള്ളതാണ്. വൈബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ എന്താണ് 256 എന്ന് പറഞ്ഞാൽ? അത് തന്നെ, കണ്ണ് തള്ളണ്ട. 256 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ 256 തവണ. അത്രയും സ്പീഡായിരിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമുക്ക് എണ്ണാൻ പറ്റില്ല. അത് വൈബ്രേറ്റ് ചെയ്യുന്നു അത്രയും സ്പീഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കടാ. 512 എന്ന് പറഞ്ഞാലോ? 512 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു സെക്കൻഡിൽ അയാൾ എന്ത് ചെയ്യും? 512 തവണ വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും സ്പീഡിലാണ് വൈബ്രേറ്റ് ചെയ്യുക. നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ പാടെടുക്കുമ്പോൾ എവിടെയൊക്കെ വൈബ്രേഷൻ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും? സൗണ്ട് ഉണ്ടാവും. സൗണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വൈബ്രേഷൻ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ത്രോട്ടിൽ നിന്ന് സൗണ്ട് വരുന്നത് പോലും ത്രോട്ടിനകത്തുണ്ടാവുന്ന വൈബ്രേഷൻസ് കാരണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ സംസാരിക്കുന്ന ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കണ സമയത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അവിടെ സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് ഉണ്ടാവാൻ കാരണം എന്താ? വൈബ്രേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി തിരിച്ചു വന്നേ. നാലാമത്തെ ട്യൂണിംഗ് ഫോർക്ക് നോക്കിയേ അല്ലേ? അത്ഭുതമായില്ലേ? എന്താ? ഒരു സെക്കൻഡിൽ 1024 തവണയോ? അതെ, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാ? ഒരു സെക്കൻഡിൽ 1024 തവണ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രീക്വൻസി എത്രയായത്? 1024. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ട്യൂണിംഗ് ഫോർക്കാണ്. അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിലും ഓരോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഇതും കൂടി നിങ്ങൾ കേട്ടു വെച്ചോ. ഓരോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ മാത്രമല്ല, ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയിരിക്കും. അതായത് നിങ്ങളൊരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് ചുമരിൻ്റെ മുകളിലോ ടേബിളിൻ്റെ മുകളിലോ അടിക്കുക. അപ്പോൾ ആ സ്പൂണിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാവും. അതായത് അവിടെ വൈബ്രേഷൻ ഉണ്ടെന്നല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം? അതായത് അതൊരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ലടാ? ഉണ്ടാകും. അതേപോലെ ടേബിള്, മരത്തിൻ്റെ കട്ട, വടി, പെന്ന്, ഗ്ലാസ്, സ്റ്റീലിൻ്റെ സ്പൂണ്, അങ്ങനെ എന്തെടുത്ത് ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ സാറി വൈബ്രേറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ തട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വൈബ്രേഷൻസ് ഉണ്ട്. എന്നാൽ ഓരോ ബോഡിയും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കടാ, ഒരേ ട്യൂണിംഗ് ഫോർക്കാ, പക്ഷേ ആ ട്യൂണിംഗ് ഫോർക്ക് ഓരോന്നും വൈബ്രേറ്റ് ചെയ്യുന്നത് എന്താ? ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭൂമിയിലുള്ള ഒരുപാട് വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യും. എന്നാൽ എല്ലാ വസ്തുക്കളും എല്ലായ്പ്പോഴും ഒരേ ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല, ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. ഒരേ ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി തന്നെ പല സമയത്ത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് സാറ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓരോ ഒബ്ജക്റ്റിനുമുള്ള ഫ്രീക്വൻസി എന്തല്ല? സെയിം അല്ല എന്നാണ് സാറ് പറഞ്ഞത്.
ഓക്കെ അല്ലേ? അപ്പൊ എന്താടാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഇവിടുന്നാണ് നമുക്ക് ആ നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞ ടോപ്പിക്ക് കിട്ടുക. എന്താ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? വെൻ ആൻ ഒബ്ജക്ട് വൈബ്രേറ്റ് ഫ്രീലി, അതായത് ആരും ഇങ്ങനെ നിർബന്ധിക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിക്കാതല്ല, സാധാരണ ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഏതൊരു ഒബ്ജക്റ്റും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ? ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്താ പറയുക? സ്വാഭാവിക ആവൃത്തി എന്ന് പറയും. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. മനസ്സിലായടാ? ക്ലിയർ അല്ലേ? ഒന്നുമില്ലടാ, ഒരു വസ്തു നോർമലി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? അതൊരു സെക്കൻഡിൽ എത്രയോ തവണ വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അത് ഓരോ ഒബ്ജക്റ്റ് ഓരോ ആയിരിക്കും. ഇപ്പോൾ സ്പൂൺ എടുത്തു അല്ലേ? സ്പൂൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ 10 തവണയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാ? 10 ഹേർട്സ് അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ പെണ്ണ് എടുത്തിട്ട് ഈ പെണ്ണ് എടുത്തിട്ട് വൈബ്രേറ്റ് ഇങ്ങനെ തട്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ വൈബ്രേറ്റ് ചെയ്താൽ ഒരു സെക്കൻഡിൽ അത് 2 തവണയെ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ചുമ്മാ അങ്ങോട്ട് ഗസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാ? 2. അപ്പോൾ സ്പൂണിൻ്റെ ഫ്രീക്വൻസി 10, പെണ്ണിൻ്റെ ഫ്രീക്വൻസി 2 അല്ലേ? അതായത് ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഫ്രീക്വൻസി എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റിന് നോർമലി ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവൂലേ? ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ചുമ്മാ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വൈബ്രേറ്റ് ആവുന്ന സമയത്ത് അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേര് സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫ്രീക്വൻസി കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പഠിക്കാൻ. ഇനി ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളണം. അതായത് ഇതൊരു ചോദ്യമായിരിക്കും കേട്ടോ. വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്? അതായത് എന്താണ് സ്വാഭാവിക ആവൃത്തി, സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ വേണേൽ പരീക്ഷയ്ക്ക് ഒരു 1.5-2 മാർക്കിനൊക്കെ ആയിട്ട് 2 ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ സാധനമാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ടെസ്റ്റിൽ മാർക്ക് ചെയ്യാം. റെഡിയാണല്ലോ? നോക്കാം. അപ്പോൾ എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? മനസ്സിലായല്ലോ? എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? ഒരു സാധനം ചുമ്മാ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ഏതൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക അല്ലേ? വൈബ്രേഷൻ ഉണ്ടോ? ഫ്രീക്വൻസി ഉണ്ട്. കാരണം എന്താ പറയുക, ഒരു സെക്കൻഡിൽ ആ സാധനം എത്ര വൈബ്രേറ്റ് ചെയ്യും, അതല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫ്രീക്വൻസി ഉണ്ടാവും, വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവില്ല. ക്ലിയർ അല്ല? ഒരു വൈബ്രേഷൻ 1, 2 ഒറ്റ തവണ വൈബ്രേറ്റ് ചെയ്തു, ഒരു സെക്കൻഡിൽ അപ്പോൾ 1, 2 തവണ വൈബ്രേറ്റ്, അപ്പോൾ ഒരു സെക്കൻഡിൽ 2, ഒരു 3 തവണ വൈബ്രേറ്റ് ചെയ്തു, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയാ? 3. വൈബ്രേഷൻ നടന്നിട്ടുണ്ടോ, ഓസിലേഷൻ നടന്നിട്ടുണ്ടോ എങ്കിൽ അതിന് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നോർമലി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ആ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ? നോക്കിയേ. ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, അതെ, നീളം കൂടുമ്പോൾ വൈബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ, ഞാൻ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ? നീളം കൂടുമ്പോൾ വൈബ്രേഷൻ കൂടും. അപ്പോൾ വൈബ്രേഷൻ കൂടിയാൽ അതിന് ഫ്രീക്വൻസിനല്ലേ ബാധിക്കുക അല്ലേ? അപ്പോൾ എന്താ? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? വസ്തുവിൻ്റെ നീളം അഥവാ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. പിന്നെ എന്താടാ? സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. എടാ വലിയ നല്ല സൈസുള്ള സാധനം വൈബ്രേറ്റ് ചെയ്യുന്നത് മാതിരിയാണടാ സൈസ് കുറഞ്ഞ കമ്പി വൈബ്രേറ്റ് ചെയ്യുക. ഒരു വലിയ തടിക്കഷ്ണം വൈബ്രേറ്റ് ചെയ്യുന്ന നല്ല വലിയ കട്ടിയുള്ള തിക്നെസ് ഉള്ള ഒരു മരത്തിൻ്റെ പീസ് അടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ടാണോ നമുക്കൊരു കമ്പി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക? അല്ല. തിക്നെസ് സൈസ് കുറയുമ്പോൾ വൈബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. സൈസ് കുറഞ്ഞ ആളുകളാണ് പെട്ടെന്ന് എന്താവുക? ആളുകളല്ല, സൈസ് കുറഞ്ഞ ഒബ്ജക്റ്റുകളാണ് എന്താവുക? വൈബ്രേഷൻ കൂടുതൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നോർമൽ നമ്മളെ ഡേ ടു ഡേ ലൈഫ് ഡെയിലി നമ്മൾ പല കാര്യങ്ങളും കാണുന്നതാണ്. ക്ലിയർ അല്ലേ? ഗിറ്റാറിൻ്റെ കമ്പി കണ്ടില്ലേ? നമ്മൾ ജസ്റ്റ് അങ്ങനെ തട്ടുമ്പോഴേ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് തിക്നെസ് വളരെ കുറവാണ്. അതുപോലെ ലെങ്ത് പോകുമ്പോൾ കണ്ടില്ലേ? ഗിറ്റാർ വായിക്കുന്നുണ്ടല്ലേ നിങ്ങൾ? ഗിറ്റാർ ആയിക്കോട്ടെ വയലിൻ ആയിക്കോട്ടെ, അത് ആ സ്ട്രെങ്ത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വൈബ്രേഷനുകൾ മാറും. അങ്ങനെ വൈബ്രേഷനുകൾ മാറുമ്പോഴാണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ആരെങ്കിലുമൊക്കെ ഗിറ്റാറും ഒക്കെ വായിക്കുന്ന വയലിനൊക്കെ വായിക്കുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് മാറുമ്പോൾ അത് അതിൻ്റെ ഫ്രീക്വൻസിനെ ബാധിക്കും. അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രീക്വൻസിനെ ബാധിക്കും. അതായത് തടിച്ച മീൻസ് ഉദ്ദേശം നല്ല സൈസുള്ള തിക്നെസ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷനും തിക്നെസ് വളരെ കുറഞ്ഞ നേർന്ന കമ്പികൾ തിന്നായിട്ടുള്ള കമ്പികൾ വൈബ്രേറ്റ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ?
തന്നെ നിങ്ങൾക്കറിയാം റബ്ബർ ബാൻഡൊക്കെ പറയാം. റബ്ബർ ബാൻഡൊക്കെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്താ, വലിച്ചാൽ ഇങ്ങനെ നീളും അല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അതായത് ആ മെറ്റീരിയൽ എന്തിനെയാണോ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യിക്കുന്നത് അതിൻ്റെ മെറ്റീരിയലും വൈബ്രേഷനും തമ്മിൽ ബന്ധമുണ്ട്. സിമ്പിൾ. നമ്മളെ ഇരുമ്പിൻ്റെ കമ്പി എടുത്ത് അടിക്കുന്ന മാതിരിയല്ല മരത്തിൻ്റെ കമ്പി എടുത്ത് അടിച്ചാൽ കിട്ടുക അല്ലേ. സൗണ്ട് വ്യത്യാസമായിരിക്കും. സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, വൈബ്രേഷൻ ഡിഫറൻറ്റ് ഉണ്ടെന്നാ. നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. വൈബ്രേഷനും സൗണ്ടും തമ്മിൽ നല്ല കണക്റ്റഡാ. വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ സൗണ്ട് ഡിഫറൻ്റ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്ക് അതെന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സൗണ്ട് കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കും. അറിയാം, ഇരുമ്പിൻ്റെ കമ്പി അടിക്കുന്ന സമയം അതിൽ ഒരു ഇരുമ്പിൻ്റെ കമ്പീൻ്റെ മുകളിൽ അടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു സൗണ്ടും ഒരു മരത്തിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ കിട്ടുമ്പോൾ സൗണ്ട് സെയിം ആണോ? അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ആലോചിച്ചാൽ മതി. അപ്പോൾ മെറ്റീരിയൽ മാറുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയും എന്ത് ചെയ്യടാ മാറും. പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട്, ഗ്ലാസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ചെയ്യുമ്പോഴുള്ള സൗണ്ട്, ക്ലിയർ അല്ലേ? സ്റ്റീൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്, ഇരുമ്പ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്, വുഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചേ കേൾക്കട്ടെ. ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വേഗം പറഞ്ഞേ. സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അഥവാ വസ്തുവിൻ്റെ നീളം, അതുപോലെ തന്നെ എന്താണ് പിന്നെന്താ വസ്തുവിൻ്റെ നീളം, പിന്നെ അടുത്തത് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ, വലുപ്പം, അടുത്തത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അഥവാ ഇലാസ്തികത, നാലാമത്തെ എന്താണ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം അഥവാ മെറ്റീരിയൽ ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് താഴെ ഒരു പോയിന്റ് എന്താ, ചേഞ്ച് ഇൻ എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ അത് എന്തിനെ ബാധിക്കും, അത് നാച്ചുറൽ ഫ്രീക്വൻസിനെ ബാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ മതി. ഇപ്പം ലെങ്ത് വ്യത്യാസമുള്ള ഒബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും, സൈസ് മാറിയ വ്യത്യാസം ഉണ്ടാവും, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അത് ഇരുമ്പാണോ സ്റ്റീലാണോ എന്നനുസരിച്ചും ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. എന്താണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാ പറയുക. ഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്നാണ് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെക്കണേ. പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താടാ ഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇഷ്ടമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിന് നമ്മൾ ഫോഴ്സ് ചെയ്യുക എന്ന് പറയും അല്ലേ. നമ്മൾ ഇഷ്ടമില്ലാതെ നമ്മളൊരാളെ നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്, നമ്മളൊരു ഇത് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണെന്ന് പറയും. അതന്നെയാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, മെനക്കെട്ടിട്ട് നിർബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്കിക്കോ. ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം കേട്ടോ, നോക്കിക്കോളൂ. എന്താണ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചോ, ബി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേപോലെ എ എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ എ എന്ന് പറയുന്ന സാധനം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തോ, നമ്മളെ ഫോണ് വൈബ്രേഷൻ മോഡിൽ ഓൺ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെ എന്നുള്ള ഒച്ച വെച്ചിട്ട് അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അറിയാലോ, ഫോണാകുമ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോണ് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചു. ഓക്കെ അല്ലേ? ഒരു പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു സാധനം, ഒരു പാത്രം ആയിക്കോട്ടെ, ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് അല്ലെ, സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ വെച്ച്. എന്താ സംഭവിക്കുക നിങ്ങൾ പറഞ്ഞേ? അതെ, എന്ത് ചെയ്യും, ആ പ്ലേറ്റിൻ്റെ അവിടുന്ന് സൗണ്ട് വരും അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എന്താ, സൗണ്ട് വരുന്നുണ്ട് പറഞ്ഞാൽ സാറ് കുറച്ച് മുന്നേ പറഞ്ഞാൽ സൗണ്ട് ഉണ്ടോ അവിടെ വൈബ്രേഷൻ ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്താടാ ആ പ്ലേറ്റ് താനെ വൈബ്രേറ്റ് ചെയ്യാണോ? അല്ല. എന്തുകൊണ്ടാ പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്ത്? ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ വെച്ചത് കൊണ്ടല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ പ്ലേറ്റിനുണ്ടായ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ വൈബ്രേഷൻ കാരണമാണ്. അതായത് ഫോണിൻ്റെ വൈബ്രേഷൻ പ്ലേറ്റിന് കിട്ടിയത് കൊണ്ടാണ് പ്ലേറ്റ് അവിടെ വൈബ്രേറ്റ് ചെയ്തത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അത് തന്നെ. ഇതിനെയാണ് എന്ത് പറയുക, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. എന്താ, ഓരോ വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ടാവുക, വൈബ്രേഷൻ ഉണ്ടാവുക. ഇവിടെ പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന ബോഡിക്ക് വൈബ്രേഷൻ ഉണ്ട്. ആ ബോഡി നേരെ കൊണ്ടുവന്ന് നമ്മൾ ഈ ബി എന്ന് പറയുന്ന ബോഡീൻ്റെ അടുത്ത് കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ബോഡിയുടെ വൈബ്രേഷൻ കാരണം ബി എന്ന് പറയുന്ന ബോഡിക്ക് വൈബ്രേഷൻ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്ന വൈബ്രേഷനെ പറയുന്ന പേരാണെന്ത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അഥവാ പ്രണോദിത കമ്പനം എന്നാ പറയാ. എൻ്റെ മലയാളം വായിച്ചാൽ കിട്ടും. ഒരു വസ്തുവിന്മേൽ പുറത്തു നിന്ന് തുടർച്ചയായി ഒരു ബാഹ്യബലം ചെലുത്തുമ്പോൾ
ആ വസ്തു സ്വന്തം സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിന് പകരം പുറത്തുനിന്ന് നൽകുന്ന ബലത്തിന്റെ ആവൃത്തിയിൽ കമ്പനം ചെയ്യാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ്? എ ബോഡി അണ്ടർഗോയിങ് വൈബ്രേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി. ദ ഇൻഫ്ലുവൻസ്, എന്താടാ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാം ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി. അതായത് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ബോഡി, വൈബ്രേറ്റ് ചെയ്യാത്ത ഒരു ബോഡിക്ക് എന്തുണ്ടാവുക? പുതിയ വൈബ്രേഷൻ സ്റ്റാർട്ടായാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മൊബൈൽ ഫോണാണ് വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡി, സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ് വൈബ്രേറ്റ് ചെയ്യാത്ത ബോഡി. ഈ മൊബൈൽ ഫോൺ ആ സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ വൈബ്രേഷൻ കാരണം സ്റ്റീലിൻ്റെ പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് പറയാം ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നടന്നത് എന്ന് ഇപ്പം കിട്ടിക്കാണും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ? വാട്ട് ഈസ് എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ? റൈറ്റ് എനി 2 എക്സാമ്പിൾസ് എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് പ്രണോദിത കമ്പനം? പ്രണോദിത കമ്പനത്തിന് ഉദാഹരണങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. സാർ ഇവിടെ ഒരു 3 എക്സാമ്പിളെ കാണിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ ഉണ്ട്. ആ 3 നമുക്കൊന്ന് നോക്കാം. എന്താടാ? എ സെൽഫോൺ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അല്ലേ? എ സെൽഫോൺ ബസിങ് എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ഷേക്കിംഗ് എ ടേബിൾ വെൻ ഇറ്റ് റിങ്സ് അല്ലേ? നമ്മൾ വൈബ്രേഷൻ മോഡൊക്കെ ഓൺ ആക്കിയിട്ട് ചില ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഫോണിൻ്റെ വൈബ്രേഷനും ടേബിളിൻ്റെ വൈബ്രേഷനും കൂടി ചേർന്നിട്ട് ഒരു ഹൈ വോളിയത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് സൗണ്ട് കൂടിയിട്ട് നല്ല ശക്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. നമുക്ക് ഇങ്ങനെ കേൾക്കാം ദൂരേക്ക് ആ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൗണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ കാരണം? എന്താ നമ്മളെ ടേബിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക അല്ല, ഫോണ് വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഫോണിനോട് ചേർന്ന് കിടക്കുന്ന ടേബിളും എന്തായി? വൈബ്രേറ്റ് ആയി. അപ്പോൾ ആ ടേബിൾ വൈബ്രേറ്റ് ആയതിന് എന്ത് പറയും നമ്മൾ? പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. കിട്ടിയോ? അടുത്ത് കാർ ഡാഷ്ബോർഡ് വൈബ്രേറ്റിംഗ് ഫ്രം ദ റണ്ണിങ് എഞ്ചിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. വണ്ടി അല്ലേ? ഓട്ടോറിക്ഷ, ജീപ്പ്, ബസ്, കാറ്, ബൈക്ക്, എനിത്തിങ്. ഏതെങ്കിലും ഒരു വണ്ടിയുടെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ എഞ്ചിൻ അവിടെ കിടന്ന് വർക്ക് ചെയ്യും. എഞ്ചിൻ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യല്ലേ? ആ എഞ്ചിൻ്റെ വൈബ്രേഷൻ എന്ത് ചെയ്യും? നമ്മളെ കയ്യിലേക്കും മിററിലേക്കും ബോഡിയിലേക്കും ഒക്കെ വരില്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇനി പരിചയം ഇല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഒരു വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാർട്ടാക്കിയിട്ടുള്ള വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാതെ ഇരിക്കുമ്പോൾ സ്റ്റാർട്ടായി ഇങ്ങനെ ഇരിക്കുക. സ്റ്റാർട്ടാക്കി വെച്ച വണ്ടി കയറിയ വണ്ടിയുടെ ഗ്ലാസിൻ്റെ മുകളിലോ ബോഡീൻ്റെ മുകളിലൊക്കെ തൊട്ടാൽ അതിനിങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? എന്ത് വൈബ്രേഷനാ? അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷനാ. ആരാ അവിടെ ഫോഴ്സ് ചെയ്യുന്നത്? എഞ്ചിൻ്റെ വൈബ്രേഷനാണ്. എഞ്ചിൻ വർക്കിംഗ് ഉണ്ട്, അപ്പോൾ എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ആരിലേക്ക് വരും? ബോഡിയിലേക്ക്, ഡാഷ്ബോർഡിലേക്ക്, ഗ്ലാസ്സിലേക്ക് ഒക്കെ വരും. നോക്കിയാൽ മതി. ബൈക്കിൻ്റെ മുകളിൽ കയറിയിരിക്കുകയും ജീപ്പ്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വണ്ടി, ലോറിനൊക്കെ ഷാർട്ടായ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു എക്സാമ്പിളാണ്. അടുത്ത് ഷേക്കിംഗ് ഓഫ് ബിൽഡിംഗ് ഡ്യൂറിങ് എർത്ത് കേക്ക് അല്ല? എർത്ത് കേക്ക് ഉണ്ടായിട്ടില്ലേ? എർത്ത് കേക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല, പക്ഷേ പരിചയമുള്ള ആക്കാം അല്ലേ? ഭൂകമ്പം എന്നൊക്കെ പറയും. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്താ? ഭൂമിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? എർത്ത് കേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിനുണ്ടാവുന്ന ഷേക്കിങ്ങാ. അപ്പോൾ എർത്താണ് വൈബ്രേറ്റ്. ഷേക്ക് ചെയ്യാൻ വൈബ്രേറ്റ് ചെയ്യുക. എർത്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? എർത്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ എർത്തിൻ്റെ വൈബ്രേഷൻ കാരണം ഭൂമിയുടെ സർഫസിലുള്ള, എർത്തിൻ്റെ സർഫസിലുള്ള ബിൽഡിങ്ങും കാറും നമ്മളും എല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതെന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. അങ്ങനെ എർത്തിൻ്റെ വൈബ്രേഷൻ ഭയങ്കര ശക്തമാകുമ്പോൾ ആ വൈബ്രേഷൻ ബിൽഡിങ്ങിനൊന്നും താങ്ങാൻ പറ്റാതെയാണ് ഈ ബിൽഡിംഗ് ഒക്കെ പൊട്ടി വീഴുക. അതാണ് എർത്ത് കേക്ക്, ഭൂകമ്പം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതിന് ബാക്കിൽ റീസൺ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാ? സെൽഫോൺ റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേബിളോ അതിൻ്റെ അടുത്തുള്ള പേപ്പറോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യുക. അതുപോലെ കാറിൻ്റെ എഞ്ചിന്, ഓട്ടോമൊബൈൽ അങ്ങനെ പറയാം അല്ലേ? വണ്ടികളൊക്കെ എന്ത് ചെയ്യുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസ് ഡാഷ്ബോർഡ് പറഞ്ഞാൽ ഫ്രണ്ട് കിടക്കുന്ന ഭാഗം അല്ലെ, ബോണറ്റൊക്കെ ഉള്ള ഭാഗം വൈബ്രേറ്റ് ചെയ്യുക. അതുപോലെ ഷേക്കിംഗ് ഓഫ് ബിൽഡിംഗ് ഡ്യൂറിങ് എർത്ത് കേക്സ്. ക്ലിയർ അല്ലടാ? ഭൂകമ്പ സമയത്ത് കെട്ടിടങ്ങൾ കുലുങ്ങുന്നത്, കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഡാഷ്ബോർഡ് വിറയ്ക്കുന്നത്, ഫോൺ കോൾ വരുമ്പോൾ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയും മേശ വൈബ്രേറ്റ് വിറയ്ക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? പ്രണോദിത കമ്പനത്തിന് എക്സാമ്പിളുകളാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താ പ്രണോദിത കമ്പനം എന്ന് കിട്ടിയല്ലോ? ഒരു വസ്തു കമ്പനം ചെയ്യുന്നത് മൂലം
ആ കമ്പനം കാരണം മറ്റൊരു വസ്തുവിന് കമ്പനം ഉണ്ടായാൽ അത്തരം കമ്പനങ്ങളെ പ്രണോദിത കമ്പനങ്ങൾ എന്ന് പറയുന്നു. അതായത് കുറച്ചുകൂടി എളുപ്പമുള്ളത് അല്ലേ. ഇതിലുള്ള ഡെഫിനേഷൻ ടെസ്റ്റിലുള്ള ഡെഫിനേഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നത് കേട്ടോ. നിങ്ങൾ എളുപ്പമുള്ളത് നോക്കി പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയം ഓക്കെ അല്ലടാ. എ ബോഡി അണ്ടർഗോയിങ് വൈബ്രേഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി. ഒരു വൈബ്രേറ്റിംഗ് ബോഡിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ബോഡിക്ക് വൈബ്രേഷൻ ഉണ്ടായാൽ ആ വൈബ്രേഷനെ പറയുന്ന പേര് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാ പറയുക. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഫോഴ്സ്ഡ് വൈബ്രേഷൻ വരെ നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിരിക്കുക. കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയി എടുക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അപ്പോഴേക്ക് ഈ ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾ സെറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.